പുതിയ ഡയറ്റ് ഞാൻ വീഡിയോ ആയിട്ട് നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഹൈ കാർബ് ഡേ, അതായത് ഞാൻ പറഞ്ഞിരുന്നു 3 ദിവസം ഞാൻ ലോ കാർബ്, 4ാമത്തെ ദിവസം ഹൈ കാർബ്, കമ്പാരിറ്റീവ്ലി ഹൈ കാർബ് എന്നാണ്, ഭയങ്കര ഹൈ കാർബ് എന്നല്ല. അപ്പോൾ അതിൻ്റെ ഫുൾ ഡേ ഞാൻ എങ്ങനെയാണ് മീല് പ്രിപ്പ് ചെയ്യുന്നത് അതാണ് ഈ ഒരു സെഷനിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മീലിൽ ചിക്കൻ ബ്രസ്റ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്, പക്ഷേ ഞാനതെടുത്ത് ഫ്രീസറിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് അതിനി എടുത്ത് ഡീഫ്രോസ്റ്റായി വരണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ ഈ ഒരു പോയിന്റിൽ മുട്ട വെക്കാനാണ് പ്ലാൻ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ചിക്കൻ ബ്രസ്റ്റ്, ആസ്പെറഗസ്. ഇപ്പോൾ നാട്ടിൽ ആസ്പെറഗസ് കിട്ടാൻ ചാൻസ് കുറവാണ്, അല്ല അവൈലബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ ബീൻസാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണം സ്വിച്ച് ചെയ്യാം, ബീൻസായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ചെറി ടൊമാറ്റോസാണ് ഞാൻ എടുത്തേക്കുന്നത്, റെഗുലർ ടൊമാറ്റോസും നാട്ടിൽ യൂസ് ചെയ്യാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, സ്വീറ്റ് പൊട്ടറ്റോ 100 ഗ്രാം, ഇത്ര സാധനങ്ങളാണ്. അപ്പോൾ ഇതിൽ സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കട്ടെ. ഇവിടെ മുട്ട അത് റെഡിയാക്കാൻ വേണ്ടി ഒരു ബൗള്. പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ എപ്പോഴോ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് മുട്ടയ്ക്കൊരു അലർജി ഉള്ളത് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ അതിപ്പം കുഴപ്പമില്ലെന്ന് തോന്നുന്നു, ഓക്കെ ആയി വരുന്നു. എനിക്ക് തോന്നുന്നത് അപ്പം പാലിൻ്റെ മാത്രമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്നാണെങ്കിലും ഞാനിവിടെ ഇപ്പം 4 ഹോളഗാണ് എടുക്കുന്നത്. 4 ഹോളഗ്, ഇത് 3, 4. ഇനി ഇതിലെ സ്പൈസസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണ ഇടുന്ന പോലെ തന്നെ പെപ്പർ, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾ, ഇഞ്ചി. ഇവിടെ ഇഞ്ചിയുടെ ഇത് പൊടിയായിട്ട് കിട്ടും, അവിടെയും പൊടിച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും കുറച്ച് ഇഞ്ചിയുടെ ഇത് കുറച്ച് കൂടിപ്പോയി, കുഴപ്പമില്ല. കുരുമുളക്, ഉപ്പ് മതി. ഇനി ഇതിൽ മുട്ടയല്ലാണ്ട് കുറച്ച് വെജിറ്റബിൾസും കൂടി ഞാൻ ആഡ് ചെയ്യും. അതിന് കുറച്ച് മഷ്റൂംസ് എടുത്തിട്ടുണ്ട്, ഒരു സവോളയുടെ കുറച്ച് പീസ്, പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു പീസും. നമ്മുടെ നാട്ടിൽ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനം കൂടി അതിനകത്ത് ആഡ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ വേണ്ട പച്ചക്കറിയെല്ലാം ഇവിടെ അരിഞ്ഞ് ഇതിലോട്ട് പോകും. പിന്നെ ഇതിൽ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലുണ്ട്. അപ്പോൾ അത് ഞാൻ ജനറലി ബാക്കി മീലുകളുടെ കൂട്ടത്തിൽ ഞാൻ സാധാരണ ഇങ്ങനെ 1 ടേബിൾ സ്പൂൺ എടുത്ത് കുടിക്കുകയാണ് പതിവ്. പക്ഷേ ഇതിനകത്ത് വേറെ എണ്ണ യൂസ് ചെയ്യേണ്ടാത്തതുകൊണ്ട്, അതായത് പൊരിച്ചെടുക്കാൻ വേണ്ടി ഇതിനകത്തോട്ട് തന്നെ ഒഴിക്കും. ഇനി ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് പ്രിപ്പയർ ചെയ്ത് വരാൻ വലിയ സമയമൊന്നും വേണ്ട, അതുകൊണ്ട് ഇത് സൈഡിലോട്ടങ്ങ് മാറ്റി വെക്കാം. ഇത് ചെറി ടൊമാറ്റോ, ആസ്പെറഗസ് ഇവിടെ. ഇവിടെ ഇപ്പോൾ ഒരു വെയിങ് സ്കെയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആസ്പെറഗസ് 100 ഗ്രാം എന്നുള്ളത് 100 ഗ്രാം ഉണ്ടെന്ന് തോന്നുന്നില്ല, കഴിഞ്ഞ് 40 എത്ര ഗ്രാമേ ഉള്ളൂ. അപ്പം നമ്മൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പോകുന്നില്ല, കാരണം ആസ്പെറഗസ് ഇല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും വെച്ച് ബാലൻസ് ചെയ്യും. അപ്പോൾ എനിക്കിവിടെ പൊട്ടിച്ചൊരു പാക്കറ്റ് ബീൻസ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ 100 ഗ്രാം ആക്കും, അത് മതി. പിന്നെ ഇത് 50 ഗ്രാമാണ്. ഇത് ഒരു 4-5 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 50 ഗ്രാം ആകും. 20, കറക്റ്റ് 5 എണ്ണം 62, കുഴപ്പമില്ല. അപ്പോൾ അത്രയും സാധനങ്ങൾ വേറെ നമ്മുടെ പച്ചക്കറി ആയിട്ടുള്ളത് റെഡിയായി. ഇതൊക്കെ എങ്ങനെ പ്രിപ്പ് ചെയ്യാൻ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കാരണം ഭയങ്കര ഈസിയാണ്. എനിക്കൊത്തിരി ടൈം കളയാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് രീതിയിൽ കുക്ക് ചെയ്ത് പോകുന്നത്. ഇന്നലെ കട്ട് ചെയ്ത് വെച്ച ചെറിയ പീസ് ഇരിപ്പുണ്ട്, അതൊരു 30-something 35 വല്ലതും കാണും, 50 ഉണ്ട്. അപ്പോൾ ഒരു 50യും കൂടെ 100 ഗ്രാം സ്വീറ്റ് പൊട്ടറ്റോ. കറക്റ്റ് 100 അല്ല, 118 ആ റേഞ്ച് ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, സൈഡിൽ തൊലിയൊക്കെ കട്ട് ചെയ്ത് വരുമ്പോൾ ഏറെക്കുറെ അത്ര ആകും. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ ഒന്ന് കഴുകി ഈ ഒരു സൈസിൽ ഇങ്ങനെയാണ് ഞാൻ സാധാരണ കട്ട് ചെയ്താറുള്ളത്. ഇപ്പോൾ ഒത്തിരി ഒന്നും കാണത്തില്ല, ഒരു 6-7 പീസേ കാണുള്ളൂ, അത്രയും പോലും കാണത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കാർബ് കണ്ടൻസ് എന്ന് പറയുന്നത്. ഇതാണ് മെയിൻ കാർബ് സോഴ്സ്.
ബാക്കിയിൽ നിന്ന് ഒത്തിരി കാർബില്ല എങ്കിലും അതും സ്ലൈറ്റ്ലി കാർബുമാണ്, മൈക്രോ ന്യൂട്രിയൻസിൻ്റെയാണ്. നമ്മൾ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടല്ല, ബാക്കി മൈക്രോ ന്യൂട്രിയൻസ് ഇങ്ങനെയുള്ള ഹോൾ ഫുഡുകളിൽ നിന്ന്. ഞാനിപ്പോൾ കൂടുതലും സപ്ലിമെൻറ്റ്സ് വിട്ട്, അത് ഞാൻ നേരത്തെ ഇവിടെ നോക്കി വൈറ്റമിൻ ക്യാപ്സ്യൂൾസ് ഇരിപ്പുണ്ട്. അത് ഇന്ന ബ്രാൻഡൊന്നുമില്ല. നിങ്ങളിപ്പോൾ നാട്ടിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിച്ചാലും സപ്ലിമെൻറ്റ്സ് എപ്പോഴും സപ്ലിമെൻറ്റ്സ് തന്നെയാണ്. അത് ഇന്ന ബ്രാൻഡൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മൈപ്രോട്ടീൻ്റെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാനത് ബ്രാൻഡിന് പ്രൊമോഷന് വേണ്ടി പറയുന്നൊന്നുമല്ല. അവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഓഫറിൽ കൊടുക്കുന്നത്. ഇഷ്ടംപോലെ ഓഫർ എപ്പോഴും വരാറുണ്ട്. ബൾക്കിൽ മേടിച്ച് ഒത്തിരി ഒത്തിരി അവർ റിഡക്ഷനൊക്കെ തരും. ഡിസ്കൗണ്ട് കോഡുകൾ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് മേടിച്ചു എന്ന് മാത്രം. അപ്പോൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. മാക്സിമം ഫുഡിൽ നിന്ന് തന്നെ എടുക്കുന്നു. പിന്നെ ആകെപ്പാടെ ഞാൻ പറഞ്ഞിരുന്നു പ്രോട്ടീൻ പൗഡർ ഒരെണ്ണം മേടിച്ചതിരിപ്പുണ്ട്. അപ്പോൾ അത് ഒന്ന് തീർക്കാൻ വേണ്ടി മാത്രം, തീരുന്നത് വരെ അത് യൂസ് ചെയ്യും. പിന്നെ ഞാൻ എന്ത് യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞിരുന്നു എഗ്സ് എനിക്ക് നേരത്തെ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇപ്പം ഓക്കെ ആയി തുടങ്ങി. അതുകൊണ്ട് ഇനി തൊട്ട് ആ പ്രോട്ടീൻ പൗഡർ തീരുമ്പം ഞാനിപ്പോൾ ഷെയ്ക്കിനകത്ത് ഞാനിപ്പോൾ കാണിക്കാം, ആ ഷെയ്ക്ക് ഞാൻ കാണിക്കാം. ആ ഷെയ്ക്കിനകത്ത് ഞാൻ സാധാരണ ആ പ്രോട്ടീൻ പൗഡർ ഇടാറാണ് പതിവ്. പക്ഷെ അതിന് പകരം ഇത് എഗ് വൈറ്റ് ആണ്. അപ്പോൾ എഗ് വൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് റോ എഗ് വൈറ്റ് കൺസ്യൂം ചെയ്യുന്നത് എല്ലാവർക്കും പോസിബിൾ ആയിരിക്കും. കാരണം എനിക്ക് ചെറുതായിട്ട് അലർജി പ്രത്യേകിച്ച് എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് റോ എങ്ങനെ കൺസ്യൂം ചെയ്യുന്നത് നല്ലതെന്നും ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാണേലും അത് വിട്. പാസ്ചറൈസ്ഡ് ആണ് ഈ സാധനം. അപ്പോൾ പാസ്ചറൈസ്ഡ് നമുക്ക് ഇങ്ങനെ തന്നെ കൺസ്യൂം ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഷെയ്ക്കിനകത്ത് ഇത് തന്നെ ഒഴിച്ച് ഷെയ്ക്കാക്കി എടുക്കും. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. നമ്മൾ ടോപ്പിക്കിൽ നിന്ന് വഴുതി മാറുന്നു. ഇനി ഇത് ഈസി ആയിട്ട് എങ്ങനെ കുക്ക് ചെയ്യാം എന്ന് പറയാം. അപ്പോൾ അതിന് ഇതുപോലത്തെ ഒരു പാത്രം, ഇതിൽ മതി. അത്യാവശ്യം അതെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് ഒരടപ്പുള്ള പാത്രം വേണം. സ്വീറ്റ് പൊട്ടറ്റോ പീസുകൾ അതിനകത്തോട്ടങ്ങ് ഇടുക. അടച്ച് വെക്കുക. ഈ അടച്ച് വെച്ചിട്ട് ടൈമർ വെച്ചേക്കുക. 25 minutes ആണ് ഞാൻ വെക്കുന്നത്. ഹേയ് ശ്രീ, ടൈമർ ഫോർ 25 minutes. സോറി, പറഞ്ഞത് മാറിപ്പോയി. ആക്ച്വലി 20 minutes മതി. ഹേയ് ശ്രീ, ടൈമർ ഫോർ 20 minutes. അപ്പോൾ ഇവിടെ ഞാൻ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് 20 ആകുമ്പോഴത്തേക്കും ആ ടൈമർ അടിക്കുമ്പോൾ മാത്രമേ ഇത് എടുക്കത്തുള്ളൂ. പിന്നെ ഞാനിതിപ്പോൾ ഒരു 15 minutes കൂടെ വെക്കും. ഹേയ് ശ്രീ, ടൈമർ ഫോർ 15 minutes. 15 minutes starting now. ഇനി 20 minutes 15 minutes റീസൺ പറയാം. അതായത് ഈ സ്വീറ്റ് പൊട്ടറ്റോ ഫുള്ള് ബോയിലായി വരാൻ, അതായത് നമുക്ക് കഴിക്കേണ്ട രീതിയിൽ ജസ്റ്റ് ഒന്ന് വെന്ത് വരണമെങ്കിൽ 20 minutes മതി. എന്നിട്ട് അതിൽ വെള്ളം ഊറ്റി കളഞ്ഞാൽ മതി. 15 minutes ഞാൻ ടൈമർ വെച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കിടക്കുന്നതിൽ പച്ചക്കറിയിൽ ചെറി ടൊമാറ്റോ മാത്രം ഞാൻ ബോയിൽ ചെയ്യത്തില്ല. അത് ഞാൻ ഓംലെറ്റ് പാനി ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ പോലെ ചെയ്തെടുക്കത്തേ ഉള്ളൂ. മറ്റേതെല്ലാം ബോയിൽ ചെയ്യും ഞാൻ. അപ്പോൾ അത് ബോയിൽ ചെയ്യാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് 5 minute. അപ്പോൾ ഈ 15 minute കൊണ്ട് ഈ വെള്ളം നല്ല രീതിയിൽ തിളച്ച് കാണും. അപ്പോൾ തിളച്ച വെള്ളത്തിലോട്ട് അതങ്ങനെ തന്നെ അങ്ങ് ഇടും. അപ്പോൾ 5 minute കഴിയുമ്പോഴത്തേക്കും സ്വീറ്റ് പൊട്ടറ്റോ റെഡിയാകുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ റെഡിയായി കിട്ടും. അപ്പോൾ ആ മീൽ ഫുള്ളങ്ങ് റെഡിയായി കിട്ടും. അതിന് വേണ്ടിയാണ് 15 minute ടൈമറും കൂടെ വെച്ച്. അപ്പോൾ ഇനി ഈ ഒരു ടൈം ഗ്യാപ്പിൽ നമുക്ക് മുട്ട റെഡിയാക്കാം. മുട്ടയുടെ പാൻ അവിടെ ചൂടായി വരുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ അപ്പുറത്ത് വെക്കും. കാരണം എല്ലാ മീൽസിൻ്റെയും കൂടെ ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. അപ്പം ഒരു കുറച്ച് ചൂടോടി കൂടി കുടിക്കാനാണ് എനിക്ക് താല്പര്യം. ഈ ഒരു കുപ്പി ഫുള്ള് അതാണ് ഞാൻ എല്ലാ മീലിൻ്റെയും കൂടെ കുടിക്കുന്നത്, 1/2 ലിറ്റർ. അപ്പോൾ 6 മീലുണ്ടെങ്കിൽ 6 മീലിൻ്റെയും കൂടെ 1/2 ലിറ്റർ കുടിക്കുമ്പോൾ 3 ലിറ്റർ വെള്ളമാകും. പിന്നെ ബാക്കി ജിമ്മിലത്തേതും അല്ലാതെ എല്ലാം കൂടെ കുടിച്ച് വരുമ്പോൾ ഏറെക്കുറെ 4 ലിറ്റർ 4.5 ലിറ്റർ ഫിനിഷ് ആവും ഒരു ഡേയിൽ. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മുട്ട അതിലേക്ക് നേരത്തെ പറഞ്ഞ എണ്ണയൊന്നും ആവശ്യമില്ല, കാരണം എണ്ണ ഇതിന് ഇട്ടിട്ടുണ്ട്. ഐഡിയിൽ നിന്നെല്ലാം ഒരു പോസിറ്റീവ് റെസ്പോൺസാണ്. ഡാർക്ക് പൊട്ടി 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 സെറ്റ് 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 സെറ്റ്. ചെറി ടൊമാറ്റോ ഒന്നും ചെയ്യാനില്ല, ചുമ്മാ പൂച്ചയെ പോലെ തട്ടിക്കളിക്കുക. ഇത് ഈ ഒരു പീസ് കണ്ടോ, ഏറെക്കുറെ ഈ ഒരു ഷേപ്പ് മതി. അപ്പോൾ കഴിഞ്ഞു. ഈ പാനം ഓഫ് ചെയ്തു. 15 minute ടൈമർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട്
നമ്മൾ നേരത്തെ എടുത്തിരുന്ന പച്ചക്കറി എല്ലാം കൂടെ തുറക്കുക, ഇടുക, അടയ്ക്കുക. 20 minutes ആയി. വെള്ളം ഊറ്റിക്കളഞ്ഞെടുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ ഇതാ, ഐ പ്രൗഡ്ലി പ്രസൻറ്റ് യു മൈ ബ്രേക്ക്ഫാസ്റ്റ്. വെള്ളം, മുട്ട, ആസ്പരഗസ്, ചെറി ടൊമാറ്റോ, ഇതിനകത്ത് എവിടെയോ ഒലീവ് ഓയിലുണ്ട്, സ്വീറ്റ് പൊട്ടറ്റോ. ഹൈ കാർബ് ഡേ ഫസ്റ്റ് മീൽ. ഇനി ഈ മീൽ കഴിച്ചു തീർക്കുന്ന ടൈം കൊണ്ട് ബ്ലീച്ചിൻ്റെ പുതിയ എപ്പിസോഡ് വന്ന് കാണും. അപ്പോൾ അത് സെർച്ച് ചെയ്യട്ടെ. പിന്നെ വേറെ കാര്യം, നിങ്ങളോട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ കാലറി ട്രാക്ക് ചെയ്തിട്ടില്ല. അതിൻ്റെ റീസൺ സിമ്പിളായിട്ട് പറയാം. ഞാൻ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് ഞാൻ മോണിറ്റർ ചെയ്യാൻ പോകുന്നു, എൻ്റെ ഫോട്ടോസ് ഞാൻ എടുത്ത് വെക്കും, അല്ലെങ്കിൽ ഞാൻ മെഷർ ചെയ്യും ഓരോ മസിൽ ഗ്രൂപ്പും. എന്നിട്ട് കൂടുതലും ഫാറ്റാണോ കയറുന്നത്, അല്ലെങ്കിൽ ഞാൻ മെലിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണോ, മസിൽ ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് നമുക്ക് വിസിബിളി നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. ഇങ്ങനെ കാണുമ്പോഴേ അറിയാം, ഓ ഇല്ല എൻ്റെ മസിൽ പോകാൻ തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ച് ഞാനിത് സ്ലൈറ്റ്ലി ഓൾട്ടർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിവിടെ ഹൈ കാർബ് ഡേ എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ കാണുന്ന സ്വീറ്റ് പൊട്ടറ്റോ എനിക്ക് വെയിറ്റ് പെട്ടെന്ന് കയറുകയാണ്, അതായത് ഫാറ്റും എല്ലാം പെട്ടെന്ന് കയറുകയാണെങ്കിൽ ഞാനിതിൽ ഈ കാർബ് സോഴ്സ്, ഫോർ എക്സാമ്പിൾ ഈ മീലിൽ തന്നെയാണെങ്കിൽ ഈ സ്വീറ്റ് പൊട്ടറ്റോ ഇപ്പോൾ 100 ഗ്രാമല്ലേ എടുത്തേ, ഇതിൻ്റെ പകുതി അങ്ങ് എടുത്ത് കളയും, അപ്പോൾ ഒരു 50 ഗ്രാം ആക്കും. ചെറിയ ഡിഫറൻസ് ആണെങ്കിലും ബോഡിയെ സംബന്ധിച്ചോളം അത് എനർജി തരുന്നൊരു സോഴ്സ് അതിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ബോഡി റിയാക്ട് ചെയ്യുന്നത് ഞാൻ മോണിറ്റർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ദിവസമല്ല, ഒരാഴ്ചയാകാം, 2 ആഴ്ചയാകാം, 3 ആഴ്ചയാകാം. അത് നമുക്ക് മനസ്സിലാകാൻ ഇച്ചിരി സമയമെടുക്കും. ടൈം കൊടുക്കുക, എപ്പോഴും സമയം കൊടുക്കുക. ഇനി അതല്ല വീണ്ടും ഫാറ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ ഫുള്ളായിട്ടും കട്ട് ചെയ്ത് കളയും. ഇതിൽ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞൊരു മീലേ കാണത്തില്ല, അപ്പം ഇത്രയും ഭാഗമേ കാണത്തുള്ളൂ. ഇനി അതേസമയം അതല്ല, എനിക്ക് സൈസ് കയറുന്നേ ഇല്ല, ഞാൻ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഫോക്കസ് ചെയ്യാനുണ്ട്. ചിലപ്പോൾ ഞാൻ ഉറക്കം തെറ്റായിരിക്കും. ഉറക്കം ഓക്കെ ആണെന്ന് എനിക്ക് ഉറപ്പാണെങ്കിൽ ഓക്കെ, അത് നോക്കേണ്ട കാര്യമില്ല. വെള്ളം കൂടി പ്രോപ്പറാണെന്ന് നോക്കുക. അത് ഓക്കെ ആണെങ്കിൽ വർക്കൗട്ട്, എല്ലാവർക്കും എല്ലാ വർക്കൗട്ടും പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സ്ട്രെസ്ഡ് ആണ് ഒരു ദിവസം, അപ്പോൾ നമ്മുടെ എനർജി ലെവൽസ് എങ്ങനെയാണ്, എല്ലാവരും ഒരുപോലെയല്ല. എല്ലാവർക്കും പല ജെനറ്റിക്സാണ്, പല സ്ട്രെങ്താണ്. അപ്പോൾ നമുക്ക് പറ്റിയതാണോ നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കുക. സ്ഥിരം ക്ഷീണമാണെങ്കിൽ അത് നമുക്ക് പറ്റിയ സാധനമല്ല. പിന്നെ ഇനി ഇതെല്ലാം നോക്കിയിട്ടും അതെല്ലാം ഓക്കെയാണ്, അപ്പോൾ നമുക്ക് ഫുഡിൽ മാത്രമാണ് എന്തോ പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ, ചില വർക്കൗട്ട് ഇൻറ്റൻസിറ്റിയുടെ കാര്യം, ഇപ്പോൾ നിങ്ങൾ വർക്കൗട്ട് പ്രോപ്പറായിട്ട് ഇൻറ്റൻസിൽ ആയിരിക്കത്തില്ല ചെയ്യുന്നത്, അതെല്ലാം ഓക്കെ, അതൊന്നുമല്ല, ഫൈനലി ഫുഡ് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്നതിൽ നിന്ന് ഞാൻ ഇനിയും വേണം സ്വീറ്റ് പൊട്ടറ്റോ കൂട്ടും. ഞാൻ എക്സാമ്പിളാണ് പറഞ്ഞത്, ഏത് മീലിൻ്റെ കൂടെ വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ 100 ഗ്രാം ആണെങ്കിൽ ചിലപ്പോൾ അടുത്ത മീലിൽ എനിക്ക് കാർബ് ശരിക്കും ഇല്ലായിരുന്നായിരിക്കും, പക്ഷേ ഞാൻ അതിൻ്റെ കൂടുതൽ 100 ഗ്രാം സ്വീറ്റ് പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇനി ഓൾട്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മീൽ കഴിക്കട്ടെ. ഇപ്പോൾ ഏറെക്കുറെ 1.5-2 മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ ഫസ്റ്റ് മീൽ കഴിഞ്ഞിട്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ഒരു ഷെയ്ക്കാണ്. ഇവിടെ 50 ഗ്രാം ഓട്സ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്ന ഷെയ്ക്ക് ഇതാണ്. അതായത് ഇപ്പോൾ ഞാൻ പ്രോട്ടീൻ പൗഡർ ആയിരിക്കും ഇടുന്നത്, പക്ഷേ ഇത് തീർന്നു കഴിയാൻ നേരം ഞാൻ എഗ് വൈറ്റ് ആയിരിക്കും ഇടാൻ പോകുന്നത്. അപ്പോൾ തൽക്കാലം പ്രോട്ടീൻ പൗഡർ ഒരു സ്കൂപ്പ്, ഒരു പഴം, പീനട്ട് ബട്ടർ 2 ടേബിൾ സ്പൂണ്. 2 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പം ടേബിൾ സ്പൂണിൽ തന്നെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ കോരി എടുക്കുമ്പോൾ അതിനനുസരിച്ച് ഒത്തിരി എമൗണ്ട് വരും. അപ്പോൾ ഒത്തിരി പീനട്ട് ബട്ടർ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 32 ആ റേഞ്ചിൽ തന്നെ എടുക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ മെഷർ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുക്കാൻ പോയിരുന്നെങ്കിൽ ഇതും ഒരെണ്ണം കൂടി എടുത്ത് കഴിയുമ്പോൾ അത് ഏറെക്കുറെ 60 റേഞ്ച് വരും. ഇത്ര മതി. ഇനി 2 സാധനങ്ങളും കൂടെ ഉണ്ട്. ഒന്ന് മാങ്ങിക്കോ, എന്തിൻ്റെ മാങ്ങിക്കോ. അപ്പം ഇങ്ങനെ ഒരു മാങ്ങ മേടിച്ച് വെച്ചേക്കുന്നതിൽ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഫുള്ള് യൂസ് ചെയ്യത്തില്ല, നേരെ ഹാഫ് എന്ന് പറയുമ്പം നമ്മൾ സാധാരണ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ 2 വലിയ സ്ലൈസ് കട്ട് ചെയ്യും, സൈഡിൽ നിന്ന് കട്ട് ചെയ്യും, അങ്ങനെയല്ല കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു വലിയ സ്ലൈസും ഒരു സൈഡിലൊരു സ്ലൈസും അങ്ങനെ മെഷർ ചെയ്യാനൊന്നും പോകുന്നില്ല. തൊലി കളഞ്ഞിട്ടില്ല, തൊലിയോട് കൂടി ഞാൻ ഇടുവാണ്. ഈ ബാക്കി വരുന്നത് ഒരു ക്ലിങ് ഫിലിമിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കും. കാരണം നാളത്തേക്ക് ഷെയ്ക്കിന് ഈ ബാക്കിയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ പാല് യൂസ് ചെയ്യാറില്ല, കാരണം എനിക്ക് ഡൈജഷൻ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഇപ്പം നമുക്കെല്ലാം ഇട്ടോ നോക്കണം. പ്രോട്ടീൻ പൗഡർ ഇട്ടു, മാംഗോ ഇട്ടു, ബനാന ഇട്ടു, പീനട്ട് ബട്ടർ ഇട്ടു, ഓട്സ് ഇട്ടു,
ഹൈ കാർബ് ഡേയിൽ ഈ ഫുഡിൽ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഓട്സ് മാത്രമാണ്. നോർമൽ ഡേയ്സിൽ ഈ ഓട്സ് ഇതിനകത്തില്ല, ബാക്കിയെല്ലാം മാത്രമേ ഉള്ളൂ. ഇനിയുള്ളത് 200 ml ആൽമണ്ട് മിൽക്ക്. ഞാൻ സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ആൽമണ്ട് മിൽക്ക്, ഓട്ട് മിൽക്ക്, കോക്കനട്ട് മിൽക്കായിട്ടും ട്രൈ ചെയ്യണമെന്നുണ്ട്. കോക്കനട്ട് മിൽക്ക് ഇട്ടാൽ എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല, എന്നാലും ട്രൈ ചെയ്യണമെന്നുണ്ട്. എന്നാലും നമ്മുടെ പശുമ്പാലല്ല, ഇത് ആൽമണ്ട് മിൽക്കാണ്, 200 ml. റെഡി. ഇതാണ് എൻ്റെ സെക്കൻഡ് മീല്. ഇതൊരു ഷെയ്ക്കാണ്. ഇതിൻ്റെ കൂടെയും ഞാൻ അവിടെ ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ ഇപ്പോൾ വെക്കും. എന്നിട്ട് ഇതിൽ ഫുള്ളൊരു വെള്ളം എടുക്കും. അപ്പം രാവിലത്തെ ഇതും കൂടെ കൂട്ടിയപ്പം 1 ലിറ്റർ. അതുപോലെ എല്ലാ മീൽസിൻ്റെയും കൂടെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും, 1/2 ലിറ്റർ വെച്ച്. ഒരു 4 മണി സമയമായിട്ടുണ്ട്. ജനറലി എൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ടൈം എന്ന് പറയുന്നത് ഒരു 6:30-7 മണിയൊക്കെ ആകും ബ്രേക്ക്ഫാസ്റ്റ്, 10-10:30 ആകുമ്പോഴത്തേക്കും ഷെയ്ക്ക്, 1 മണിയാകുമ്പോൾ ലഞ്ച്, വർക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുന്നത് 3 to 6 എപ്പോൾ വേണേലും ആകാം. ആ ഒരു ടൈമിൽ പ്രീ വർക്കൗട്ട് കഴിഞ്ഞ് ഒബ്വിയസ്ലി പോസ്റ്റ് വർക്കൗട്ട്, പിന്നെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് ലാസ്റ്റിലെ മീൽ. അങ്ങനെയാണ് ഇത്. ഇന്ന് എനിക്കിപ്പോൾ ഓഫ് ആയതുകൊണ്ട് ഞാൻ ടൈം ഇച്ചിരി ഡിഫറൻ്റാണ്. എണീറ്റപ്പോൾ തന്നെ 11 മണിയായിരുന്നു ഇന്ന്. അത് കഴിഞ്ഞ് ഇപ്പം നമുക്ക് ഓൾറെഡി അറിയാം 2 മീൽ കഴിച്ച് കഴിഞ്ഞു. മൂന്നാമത്തെ ഇപ്പം സമയം 4 മണിയായി. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. എങ്കിലും നമ്മൾ കഴിച്ച് തീർക്കും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ കഴിച്ച് തീർത്തിട്ട് കിടക്കും. കാരണം ഇന്ന് ജിമ്മില്ല, റെസ്റ്റ് ഡേ ആണ്. ജിമ്മും ഇല്ല, വർക്കും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇത് മാത്രമേ ചെയ്യാനുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇനി ലഞ്ചിലേക്ക് കിടക്കാം. ബ്രോക്കോളി, സാലഡ് ഗ്രീൻസ്, ഒലീവ് ഓയിൽ. ഈ ഒലീവ് ഓയിൽ ഞാൻ കുടിക്കും. സ്വീറ്റ് പൊട്ടറ്റോ. ഓക്കെ. ബ്രോക്കോളി ഇവിടെ ഒരു കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു കുറച്ച് ബ്രോക്കോളിയും. ഇനിയുള്ളത് മിക്സഡ് സാലഡ് ഗ്രീൻസ് ആണ്. മിക്സഡ് സാലഡ് ഗ്രീൻസ് എന്ന് പറയുമ്പം എന്തെങ്കിലും ഗ്രീൻ ലീവ്സ്. എനിക്ക് തോന്നുന്നു നാട്ടിൽ നമ്മൾ കൂടുതലും ലീവ്സ് ആയിട്ട് കഴിക്കാറുള്ളത് ചീര മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇങ്ങനെ പല ലീവ്സ് കിട്ടും. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത്, ഇതിൽ എന്നൊക്കെ ലീവാണെന്ന് എനിക്കറിയത്തില്ല, അവർ പലതും മിക്സ് ചെയ്തിട്ടേക്കുവാണ്. എന്തോ ബീട്രൂട്ടും കുറച്ച് എന്തൊക്കെയോ അവർ അരിഞ്ഞിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ബീട്രൂട്ട്, സ്പിനാച്ച്, ബുൾസ് ബ്ലഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്തോ സംഭവം എന്ന് എനിക്കറിയത്തില്ല, എന്തോ അതിൻ്റെ പേരാണെന്ന് തോന്നുന്നു. എന്തോ ഒരു ലെറ്റ്യൂസ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 100 ഗ്രാം ബ്രോക്കോളി. ഇത് 50 grams ആണ് പറഞ്ഞേക്കുന്നത്. 50 grams തന്നെയല്ലേ? 0 ആക്കിയിട്ടുണ്ട് വെയിങ് സ്കെയിലിൽ. അപ്പോൾ ഇത് ചീര ഏറെക്കുറെ ഒരു 30, അത് മതി. അത്രയും ചീരയും പിന്നെ ഇത് ബാക്കി ആ ഒരു 50 ഗ്രാം ആക്കാൻ വേണ്ടി ഇത് വന്നിടും. അപ്പം നേരത്തെ തന്നെ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ മീൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് സ്വീറ്റ് പൊട്ടറ്റോ ബോയിൽ ചെയ്യുന്ന വെള്ളത്തിൽ 20 minutes ടൈമർ വെക്കും. അതുപോലെ ഒരു 15 minutes ടൈമർ വെച്ചിട്ട് 15 minutes ആകാൻ നേരം ഇതിനകത്തോട്ട് തന്നെ ഈ ബ്രോക്കോളി മാത്രം ഇടും. ഈ ബാക്കിയുള്ള ലീവ്സ് ഞാൻ ചെയ്യുന്നത്, നേരത്തെ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കിയ പാനില്ലേ, ആ പാനിൽ ജസ്റ്റ് ചുമ്മാ ഓയിലൊന്നും ഇടുന്നില്ല, ചുമ്മാ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമെല്ലാം പോയിട്ട് ഇതിങ്ങനെ, ഇതിപ്പോൾ കാണുമ്പോൾ ഇത്ര ഉണ്ടെങ്കിലും അത് ചട്ടിയിലിട്ട് അങ്ങനെ വഴറ്റി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെറുതായി കുറച്ചേ വരുള്ളൂ. അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അതേസമയം ഞാനിവിടെ എയർ ഫ്രയർ ചൂടാകാൻ വേണ്ടി, അത് പ്രീ ഹീറ്റ് ആകാൻ വേണ്ടി, ഓൾറെഡി അതിനകത്ത് ഹീറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ആയി നിൽക്കാൻ വേണ്ടി, ഇതിനകത്തൊന്നുമില്ല, ഹീറ്റ് ആകാൻ വേണ്ടി ഓണാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഹീറ്റ് ആകുന്നു. ഇനി നമുക്ക് ആകെപ്പാടെ ഉള്ളതെന്ന് പറയുന്നത് സാൽമണും ഒലീവ് ഓയിലുമാണ്. അപ്പോൾ സാൽമൺ ഞാനിപ്പോൾ ചെയ്യുന്നത്, ഞാനിങ്ങനെ ഓൾറെഡി ഇങ്ങനെ കട്ട് പീസസ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 150 ഗ്രാമാണ് സാൽമൺ പറയുന്നേക്കുന്നത്. എങ്കിലും ആ ഒരു റേഞ്ചിൽ അത്രയും വേണമെന്നില്ല, 130 അല്ലെ 170 ആ റേഞ്ചിൽ എവിടെ വന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കട്ട് പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പീസ് അങ്ങ് എടുക്കുകയാണ്. ഇത് ചെറുതാ, 60 എത്ര അങ്ങനെയുള്ള, അത് പോരാ. വേറൊരു വലിയ പീസ് ഇത് നോക്കട്ടെ, ഇത് എത്ര പീസ് ഇടുക, 136 വേണം. ഇതിൻ്റെ ഒരു കുറച്ചും കൂടെ കട്ട് ചെയ്തെടുക്കാം. $172 grams ഇടുന്നുള്ളൂ. ഇഞ്ചി, പെപ്പർ, ഇനി സോൾട്ട്.
കഴിഞ്ഞു, സീസണിങ് കഴിഞ്ഞു. ഇനി ഇവിടെ എയർ ഫ്രയർ ഓൾറെഡി പ്രീ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. അതായിരുന്നു ഇതിൻ്റെ മാക്സിമം. കുറച്ചും കൂടെ ബാക്കിലോട്ട് വെക്കാം. ഓക്കെ, അപ്പം 200 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാനിത് വെച്ചേക്കുന്നത് ഇപ്പം. അതായിരുന്നു ഇതിൻ്റെ മാക്സിമം. ഇതിന് ഞാനിപ്പം 190 ഡിഗ്രി വെച്ചിട്ട് ഒരു ഫോയിൽ പേപ്പർ ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വീണ്ടും കഴുകാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. മാത്രമല്ല എയർ ഫ്രയറിൽ ആകെപ്പാട് ഡേഞ്ചർ എന്ന് പറയുന്നത് അതിൻ്റെ കോട്ടിങ് ഇളകരുത്. പാൻ്റെ അകത്തെ പറയുന്നത് തന്നെ പാൻ്റെ കോട്ടിങ് ഇളകിയാൽ പാൻ്റെ കോട്ടിങ് നമ്മൾ കഴിക്കരുത്. ആ സെയിം സാധനം തന്നെയാണ് ഇത്. അധികം കഴുകിയാൽ കോട്ടിങ് കഴിക്കാൻ കൊള്ളത്തില്ല. മീൻസ് നമ്മളത് മനഃപൂർവ്വം കഴിക്കുമെന്നൊന്നുമല്ല. ചിലപ്പോൾ കഴുകിയാൽ എന്തെങ്കിലും പൊടിഞ്ഞിങ്ങനെ കിടക്കുക, അതപ്പോൾ ഫുഡേ കയറി പിടിക്കും. അപ്പോൾ നമ്മളോർക്കും മറ്റേ ഫുഡിലൊരു മൊരിഞ്ഞ പീസ് പോലെ വരുമല്ലോ, അപ്പം ചിലപ്പോൾ അതകത്തെ ഒട്ടിയിരിക്കും. അപ്പോൾ അത് കൺസ്യൂം ചെയ്യുന്നത് നല്ലതല്ല ബോഡിക്ക്. 2 കാര്യങ്ങൾക്ക് വേണ്ടി, ഒന്ന് കഴുകാൻ എനിക്ക് മടിയായതുകൊണ്ടും 2 അങ്ങനെ ഒട്ടണ്ട എന്നുള്ളത് കൊണ്ടും. അല്ലാത്ത രീതിയിൽ എയർ ഫ്രയറാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് കുക്ക് ചെയ്യാൻ. അപ്പോൾ ഒന്നുമില്ല, ഇത് നേരെ ഇതിനകത്തോട് ചുമ്മാ ഇടുന്നു. 190-ൽ 10 മിനിറ്റ് അല്ലെ 12 മിനിറ്റ്. ഒന്നും ചെയ്യാല്ല, മറിച്ചിടുന്നൊന്നുമില്ല. 12 മിനിറ്റ് ആകുമ്പോൾ അത് റെഡിയായിരിക്കും. ഇനിയിപ്പോൾ ഉള്ളത് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ. അത് ഫൈനലി ഞാൻ ഇതിന് മുകളിൽ എൻ്റെ സാൽമണിൻ്റെ മുകളിൽ ഒഴിച്ചെടുത്തുള്ളൂ. അതും കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആകട്ടെ. സ്വീറ്റ് പൊട്ടറ്റോയുടെ അകത്ത് ബ്രോക്കോളി ഇട്ടിട്ടുണ്ട്. സാൽമൺ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളത് നേരത്തെ പറഞ്ഞ ഈ സാലഡിൻ്റെ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇളകി കഴിയുമ്പോഴത്തേക്കും ഇത് ക്വാണ്ടിറ്റി കുറഞ്ഞ രീതിയിൽ വരും. ഇനിയിപ്പം അപ്പുറത്ത് സാൽമൺ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ റെഡി ആകട്ടെ, അന്നേരം സാൽമൺ കാണും. ഇത് 10 മിനിറ്റ് 190 ഡിഗ്രിയിൽ വേവിച്ച സാൽമൺ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, അതായത് 16 ഗ്രാം. ഇതായിരുന്നു ഞാൻ നേരത്തെ എടുത്ത ഫുൾ ഇല. അതെല്ലാം കൂടി ഇങ്ങനെ മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ ബ്രോക്കോളി ഉണ്ട്, സ്വീറ്റ് പൊട്ടറ്റോ, അതുപോലെ ഇതിനകത്ത് സാൽമണ്, അതിന് മുകളിൽ ഒലീവ് ഓയിൽ ഒഴിച്ചിട്ടു. പിന്നെ വീണ്ടും മറക്കരുത് ഹൈഡ്രേഷൻ, വെള്ളം 1/2 ലിറ്റർ. അപ്പം ലഞ്ച് റെഡി. പ്രീ വർക്കൗട്ട് മീലിനുള്ള ടൈമായി. ഇന്ന് വർക്കൗട്ടില്ല, ബട്ട് സ്റ്റിൽ വർക്കൗട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ സെയിം മീൽ പാറ്റേൺ എന്നും ഫോളോ ചെയ്യും. അപ്പം ഇതാണ് ജനറലി പ്രീ വർക്കൗട്ടായിട്ട് കഴിക്കുന്നത്. അപ്പം ഹൈ കാർബ് ഡേ ആയതുകൊണ്ട് ആദ്യം ഓട്സോടെ നോർമലി ഇവിടെ കിനോവ മറ്റേ റൈസ് പോലെ തന്നെ വേറെ സാധനമാണ്. അത് കുക്ക് ചെയ്തിടാറാണ് നമ്മുടെ ഡയറ്റിലുള്ളത്. പക്ഷേ എൻ്റെ കൺവീനിയൻസിന് വേണ്ടി ഞാനത് ഓട്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്രീ ആണ്, ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇന്ന് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പം എനിക്ക് ഇച്ചിരിയും കൂടി ഒരു ടൈം വേണമെന്നുണ്ട്. മറ്റാണെങ്കിൽ കുറച്ചും കൂടി കുക്ക് ചെയ്യാനുള്ള സമയമൊക്കെ വേണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. 50 ഗ്രാംസ് എടുക്കുന്നു. 50 അതിൽ മെഷർ ചെയ്തിട്ടിട്ട് ഓക്കെ. പിന്നെ ഇവിടെ പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നത് ടർക്കി, മിൻസ്ഡ് ടർക്കിയാണ്. 150 ഗ്രാം മതി. ഇതിപ്പോൾ ഏറെക്കുറെ 150 അല്ല 160 ആ റേഞ്ച് കാണും. പക്ഷേ ഞാനിത് ഫുൾ എടുക്കുകയാണ്, കാരണം ഇന്നാണ് ഇതിൻ്റെ ഡേറ്റ്. അപ്പം നാളത്തേക്ക് ഇത് കൊള്ളത്തില്ലായിരിക്കും ഇനി. അതുകൊണ്ട് ഇന്ന് തന്നെ ഇത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇത് ഫുൾ അങ്ങ് എടുക്കുകയാണ്. ഇത്രയും കൂടെ ഉള്ളൂ. ഇത് ഫുൾ അങ്ങ് എടുക്കുക. അപ്പം സ്പൈസസ് സെയിം തന്നെ, നേരത്തെ ചെയ്ത പോലെ തന്നെ. പെപ്പർ, ജിഞ്ചർ, മഞ്ഞൾ, ഉപ്പ്, ഇത്രയും സാധനങ്ങളിടും. ചെയ്യാൻ പോകുന്ന പ്ലാൻ എന്താണെന്ന് പറഞ്ഞുതരാം. അതിന് മുന്നേ ഡയറ്റ് ചെയ്യാനെന്ന് വെച്ചോട്ടെ. അപ്പോൾ ഇതിനകത്തുള്ളത് ടർക്കി മിൻസ്, ഒലീവ് ഓയിൽ, കിനോവയാണ് നോർമലി. ബട്ട് ഹിയർ നമ്മൾ ഓട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയ്യാൻ പോകുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് മീലൊന്നുമല്ല. ഞാൻ കാണിക്കാം. ഇവിടെ കട്ടിംഗ് ബോർഡ്. ഇതിന് മുന്നേ ഇത് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കും. അതായത് ഇതിനെ പൗഡറാക്കും, ഓട്സിനെ പൗഡറാക്കും. അപ്പോൾ ഒന്ന് പൗഡറാക്കട്ടെ. പൗഡേർഡ് ഫോം ടർക്കി മീൻസ് ഒരു പാത്രത്തിലാക്കിയിടാം. ഓക്കെ, അപ്പോൾ ഇതിൽ
ടർക്കി മിൻസ് ഇട്ടു. അതിലോട്ട് ഇത് തുറന്ന് ഈ ഓട്സ് അങ്ങ് പൊടിച്ചതിട്ടു. ഇനി നമ്മുടെ സ്പൈസസിൽ കുറച്ചെല്ലാം കൂടെ അതിലോട്ടൊന്ന് ഇടാം. അതായത് കുറച്ച് പെപ്പർ, ഗ്രൗണ്ട് ജിഞ്ചർ, കുറച്ച് ടർമറിക്, ഉപ്പ്. ഇനി ഒലീവ് ഓയിലുണ്ട്. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മളിതിനകത്ത് ഇട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി. കാരണം ഇതൊരു രീതിയിൽ ഈസി ആയിട്ടുള്ളൊരു ഫ്രൈ പോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വേറെ എണ്ണ ഇനി ഞാൻ യൂസ് ചെയ്യുന്നില്ല. 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, ഒരു മുട്ട, ഈ ഒരു സവോളയുടെ കുറച്ചെടുക്കുക, അത് മതി. എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒലിവ് ഓയിൽ ഇതിനകത്ത് ആവശ്യത്തിന് ഒഴിച്ചായിരുന്നു. എന്നിട്ട് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങോട്ട് പരത്തി അങ്ങ് വെക്കും. അവസാനം മുട്ട ചിക്കി എടുക്കുന്ന പോലെ ഞാനിങ്ങനെ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഉടച്ചുടച്ചൊക്കെ എടുക്കും. ഇപ്പം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ പോസ്റ്റ് വർക്കൗട്ട് മീൽ കഴിക്കാൻ ടൈമായി. അപ്പോൾ ഇത് ഞാൻ ഫുള്ള് കുക്ക് ചെയ്ത് കാണിക്കുന്നില്ല. കാരണം നേരത്തെ ചെയ്തത് തന്നെ ഏറെക്കുറെ റിപ്പറ്റീഷനാണ്. ആകപ്പാടെ വ്യത്യാസം വരുന്നത് വർക്കൗട്ട് കഴിഞ്ഞ് വരുമ്പോഴേ ഒരു ഓറഞ്ച് കഴിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ഓറഞ്ചും കഴിക്കും. എന്നിട്ട് കുക്ക് ചെയ്ത് തീരുന്നിടം വരെ ആ ഓറഞ്ച് കഴിച്ച് തീർക്കും. എന്നിട്ട് പിന്നെ കഴിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീലിൻ്റെ കൂടുതൽ എനിക്കുള്ളത് സ്റ്റേക്കാണ്. അപ്പോൾ ഇങ്ങനെ 2 പീസുണ്ട്. അപ്പോൾ ഇതിൽ 1 പീസ് എടുക്കും. ഈ 1 പീസ് സ്റ്റേക്കും എയർ ഫ്രയറിനകത്ത് 12 മിനിറ്റ്, 6 മിനിറ്റ് ഒരു സൈഡ്, 6 മിനിറ്റ് ഫ്ലിപ്പ് ചെയ്ത് വേറെ സൈഡ്, അങ്ങനെ അത് റെഡിയാകും. സിമ്പിൾ. സോൾട്ട്, പെപ്പർ നേരത്തെ ഇട്ട അതേ സാധനം തന്നെ, ജിഞ്ചർ. അങ്ങനെ പ്രോട്ടീൻ സോഴ്സ് അങ്ങനെ റെഡിയാക്കും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലും 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ കുടിക്കുന്നുണ്ട്. പിന്നെ റൈസും സ്വീറ്റ് പൊട്ടറ്റോയും. അതും നമ്മൾ 2 പ്രാവശ്യം ഇപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ വെച്ച് കഴിഞ്ഞു. സെയിം മെത്തേഡ് തന്നെയാണ്. റൈസ് ഏറെക്കുറെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കഴുകി റൈസ് എടുത്തിട്ട് കുക്ക്ഡ് വെയിറ്റ് 100 ഗ്രാമാണ്. എന്ന് പറയുമ്പോൾ ഏറെക്കുറെ റോ വെയിറ്റ് 50 ഗ്രാംസ് വരും. 50 ഗ്രാംസ് കഴുകിയെടുത്ത് വെള്ളമെല്ലാം ഒഴിച്ച് കളഞ്ഞിട്ട്, പിന്നെ അതിൽ വെള്ളം എന്ന് പറയുന്നത് 50 ഗ്രാംസ് റൈസ് എടുക്കുന്നെങ്കിൽ ഞാൻ 100 ഗ്രാം വെള്ളം ഒഴിക്കും. എന്നിട്ട് തിളച്ച് വരുന്നിടം വരെ, തിളച്ചിങ്ങനെ കൊമള പോലെ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യും ഹൈ ഫ്ലെയിമിൽ. അങ്ങനെ കൊമള വന്ന് കാണുമ്പോഴത്തേക്കും തീ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് തിരിച്ച് വെച്ചിട്ട് അടച്ച് വെക്കും. ടൈമർ വെക്കും 12 മിനിറ്റ്. എക്സാക്ട്ലി 12 മിനിറ്റ് ആകുമ്പോൾ തീ ഓഫ് ചെയ്ത് സൈഡിലോട്ട് മാറ്റി വെക്കും. തുറക്കരുത്. ആ പ്രഷറിനകത്ത് വേകാൻ വേണ്ടി 15 to 20 മിനിറ്റ്സ് മാറ്റി വെച്ചേക്കുക. റൈസ് റെഡിയാകും. ഇനി അത് റെഡിയായി കഴിയുമ്പം അങ്ങനെ നമ്മുടെ പോസ്റ്റ് വർക്കൗട്ട് മീൽ റെഡി ആയിട്ടുണ്ട്. റൈസ്, സ്വീറ്റ് പൊട്ടറ്റോ, സ്റ്റേക്ക്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആകപ്പാട് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഞാനിപ്പോൾ കുടിക്കും. അപ്പോൾ ഇനി നമുക്ക് ഒറ്റ മീലും കൂടെ കഴിക്കാനുള്ളൂ. അത് ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പ്രെപ്പ് ചെയ്ത് കാണിക്കാം. പോസ്റ്റ് വർക്കൗട്ടും കഴിച്ച് കഴിഞ്ഞു. ഇനി ഒറ്റ മീലേ മിച്ചമുള്ളൂ. അത് ഡിന്നറാണ്. ജനറലി ഈ സമയത്ത് ഞാൻ കഴിക്കുന്നത് പനീർ അല്ലെങ്കിൽ എഗ്സ്, 4 ഹോൾ എഗ്, അല്ലെങ്കിൽ അവിടെ ഞാൻ ടോഫു എന്നാണ് എഴുതിയേക്കുന്നത്. ആ ഡയറ്റിൽ ഞാൻ ടോഫു എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷേ ഇവിടെ അതിൻ്റെ ഒരു വേറൊരു രീതി പനീറായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുള്ളൂ. അപ്പം ജനറലി പനീറാണ് കഴിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബ്രോക്കോളി, പിന്നെ ആൽമണ്ട് ബട്ടർ 1 ടേബിൾ സ്പൂൺ. പീനട്ട് ബട്ടർ പോലെ തന്നെ ആൽമണ്ടും ബട്ടറായിട്ട് കിട്ടും. അപ്പോൾ അതാണ് കഴിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ കഴിച്ച സ്റ്റേക്ക് അത് അറൗണ്ട് 200-250 റേഞ്ചിലായിരുന്നു. എനിക്ക് 100-150 റേഞ്ചിൽ മതിയായിരുന്നു സ്റ്റേക്ക് കഴിക്കേണ്ടിരുന്നത്. അപ്പം ഞാനത് എക്സീഡ് ചെയ്താണ് കഴിച്ചേക്കുന്നത്. ഓവറായിട്ടാണ് കഴിച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇനി ഒരു പ്രോട്ടീൻ സോഴ്സും കൂടെ കഴിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ഇനഫ് പ്രോട്ടീൻ ഫോർ ദ ഡേ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ബ്രോക്കോളി ഞാൻ പ്രോട്ടീൻ സോഴ്സ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അങ്ങനെ കഴിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അതും തൽക്കാലത്തേക്ക് ഇന്ന് കഴിക്കുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ ഏറെക്കുറെ ഒരു 10:15 സമയമാകാറായി. ഇനിയിപ്പം ഒരു വലിയ മീലും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ആകാൻ വേണ്ടി ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്യണം. അപ്പം തന്നെ കിടന്നു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ റിഫ്ലക്സ് പോലെ, എനിക്കെന്നല്ല ആർക്കാണേലും കിടന്നു കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ തികട്ടി വരും എന്ന് പറയത്തില്ലേ, അങ്ങനെ കയറി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ കഴിക്കുന്നില്ല. ഇന്ന് താമസിച്ച് എണീറ്റതുകൊണ്ട് ഫുഡിൻ്റെ മീൽ ടൈമിങ്ങിന് ഒരു ഗ്യാപ്പ് വേണമായിരുന്നുള്ളത് കൊണ്ട് ഇത്തിരി ലേറ്റായി. അതുകൊണ്ട് അത്ര ഞാൻ പുഷ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ആ പട കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ജസ്റ്റ് ക്രേവിങ്സിന് മേടിച്ച് വെച്ചേക്കുന്നൊരു സാധനം. വല്ലപ്പോഴും ചിലപ്പോൾ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരിക്കലോ. അത് ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ട് പോലും ഇല്ല, മാറ്റി വെച്ചേക്കുവാണ്. അത് കഴിക്കാൻ അങ്ങനെ തോന്നാറില്ല. എന്നാലും എപ്പോഴേലും തോന്നിയാൽ കുറച്ചെടുത്ത് കഴിക്കും. അതായത് നാട്ടിലായിരുന്നപ്പോൾ പണ്ട് ഞാൻ എനിക്ക് ഡയറ്റിനെ പറ്റിയൊക്കെ അറിയുന്നതിന് മുന്നേ
കപ്പ വറുത്തത്, മിച്ചർ, എരിവുള്ള മിച്ചർ, പിന്നെ ഇങ്ങനെ മധുരമുള്ള ഉപ്പേരിയില്ലേ, ഇതൊക്കെ ഒത്തിരി കഴിക്കാൻ. ഇത് ഞാനിപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നല്ല രസം തോന്നി, അവിടെ മേടിച്ച് വെച്ചു. അപ്പോൾ ആൽമണ്ട് ബട്ടറിന് പകരം ഫാറ്റ് സോഴ്സ് ആയിട്ട് കാഷ്യൂസ് ഞാൻ എടുക്കും. ആ സെയിം എമൗണ്ട് തന്നെ 30 ഗ്രാം 32 ഗ്രാംസിൽ കാഷ്യൂസ് എടുക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 50 ഗ്രാം ഡേറ്റ്സ്. ഇത് ഹൈ കാർബ് ഡേ മാത്രമേ എടുക്കാറുള്ളൂ. ഡേറ്റ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹൈ കാർബ് ഡേയിൽ ഇത്ര കഴിച്ചിട്ടുള്ളൂ. 50 ഗ്രാം എന്ന് പറയുമ്പോൾ 3-4 എണ്ണം എടുക്കുമ്പോഴേ 50 ഗ്രാംസ് ആകും. അപ്പം അതായിരിക്കും ഇനി ഡിന്നറിന് കഴിക്കാൻ പോകുന്നത്. പിന്നെ ക്രേവിങ്സിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഹോൾ ഫുഡല്ല സ്ഥിരം പുറത്തുനിന്ന് കഴിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, അങ്ങനത്തെ ഫുഡുകളാണ് നിങ്ങൾ സ്ഥിരം കഴിക്കുന്നതെങ്കിൽ, അതായത് നിങ്ങളുടെ ഡയറ്റിൽ ഓൾറെഡി പ്രോട്ടീൻ കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് എപ്പോഴും ഒരു ക്രേവിങ് ഉണ്ടാകും. അത് നോർമലാണ്. അതെങ്ങനെ മാറ്റണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് നാളെങ്കിലും ഒരു 30 days to 90 days, അതായത് 1 to 3 മാസം കണ്ടിന്യൂസ് ഒരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ നോക്കുക. കാരണം നമ്മുടെ ബോഡിക്ക് എപ്പോഴും വേണ്ടത് നല്ല ഹോൾ ഫുഡുകളാണ്. ഇപ്പോൾ നാട്ടിലാണെങ്കിലും മുട്ട പറയുകയാണെങ്കിൽ നാടൻ മുട്ടയുണ്ട്, മറ്റേ മുട്ടയുണ്ട്. മാക്സിമം നാടൻ മുട്ട തന്നെ കഴിക്കാൻ നോക്കി. ഇവിടെയാണെങ്കിലും ഞാൻ നോക്കിയിട്ട് ഈ മുട്ടയെക്കാട്ടിലും എനിക്ക് ബെറ്റർ ഒരു ഫീൽ തോന്നുന്നത്, ഇച്ചിരി കൂടി ഹെൽത്തി ഒരു ഫീലിംഗ് തോന്നുന്നത് ആ ഓർഗാനിക്കായിട്ട് പിന്നെ മേടിച്ച് കഴിക്കുമ്പോഴാണ്. പിന്നെ മീറ്റും കാര്യങ്ങളൊന്നും നമുക്ക് മാക്സിമം ഓർഗാനിക് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അത് കിട്ടുന്ന പോലെ കഴിക്കുക. ഇപ്പം പിന്നെ പറയാനുള്ളത് മാക്സിമം ഹോൾ ഫുഡായിട്ട് തന്നെ കഴിക്കുക. സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ ഈ കഴിക്കുന്ന ഈ പ്രോട്ടീൻ പൗഡർ അത് ഞാൻ മേടിച്ച് വെച്ചത് കൊണ്ട് കഴിക്കുന്നു എന്ന് മാത്രം. അത് തീർന്ന് കഴിയുമ്പോൾ ഞാൻ നിർത്തുകയാണ്. സപ്ലിമെൻറ്റ്സ് ഒന്നും കാണത്തില്ല എൻ്റെ ഡയറ്റിൽ. അത് മാത്രമല്ല, ഒരു പോയിൻ്റ് വരെ ഒരു 2 വർഷം 3 വർഷം മുന്നേ വരെ, അതിന് മുന്നേ വരെ എൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഫുള്ള് വെറും ഫുഡ് കൊണ്ട്, ഒറ്റ സപ്ലിമെൻറ്റ്സ് പോലും ഞാൻ അതിലെടുത്തിട്ടില്ല. പിന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് കാശ് കൈ വന്നപ്പോഴത്തേക്ക് ഓക്കെ ഒന്ന് കൊടുത്ത് നോക്കാം, ലൈക്ക് എന്താണ് ഈ ഇമ്പ്രൂവ്മെൻറ്റ് അങ്ങനെ നോക്കിയെന്ന് മാത്രം. അതിലിപ്പോൾ പറയുകയാണെങ്കിൽ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് പ്രോട്ടീനുള്ള ഫുഡിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട്, അതിന് പകരം ഒന്നും ആയെന്നേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം കഴിച്ചുകൊണ്ട് ഒന്നും ആകുന്നില്ല. അപ്പോൾ ഇത്രയും മീൽസ് ഞാൻ ഈ കഴിച്ചതിൽ ഏതെങ്കിലും ഒരു നേരം, ഫോർ എക്സാമ്പിൾ ആ ഷെയ്ക്കിൻ്റെ അകത്ത് ഞാൻ പ്രോട്ടീൻ പൗഡർ ഇട്ടു, അപ്പോൾ അവിടത്തേക്ക് ഞാൻ പ്രോട്ടീനിന് വേണ്ടി ഒരു സോഴ്സ് എടുത്തു എന്ന് മാത്രം, അല്ലാണ്ട് ഒരു ഡിഫറൻസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ക്രിയാറ്റിൻ, യെസ്, അതിനൊരു ബെനഫിറ്റ് ഉണ്ട്. വാട്ടർ വെയിറ്റ് കൂടും, ഹൈഡ്രേഷൻ ഇമ്പ്രൂവ് ആകും. പിന്നെ ഞാൻ നോക്കിയിട്ട് ഇനി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇത്രയും കൂടി ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഹോൾ ഫുഡ്, മൈക്രോ ന്യൂട്രിയൻസ്, മാക്രോ ന്യൂട്രിയൻസ് അങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പം ഇനിയിപ്പോൾ ക്രിയാറ്റിൻ എടുക്കുന്നതിന് വരെ ഞാൻ ഡെയിലി ബീഫായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇനഫ് വേണ്ട രീതിയിൽ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്തോളും. എക്സ്റ്റേണൽ നമ്മൾ ബോഡി അത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതിൽ കൂടുതൽ കൊടുക്കേണ്ട കാര്യം എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബോഡി അതായിട്ട് തന്നെ ഉണ്ടാക്കുന്ന സ്ട്രെങ്ത് മതി എന്നാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. പിന്നെ ഒറ്റ കാര്യം മാത്രം, വൈറ്റമിൻ ക്യാപ്സ്യൂൾസ് ഇരിക്കുന്നത് ഇത് തീർത്തിട്ടില്ല, അതിപ്പോൾ കഴിക്കുന്നുമില്ല. ഇപ്പോൾ ഇവിടെ മൾട്ടി വൈറ്റമിൻ അങ്ങനെ കുറച്ച് വൈറ്റമിൻ ക്യാപ്സ്യൂൾസ് ഇരിപ്പുണ്ട്. ഒമേഗ 3 ഇനിയിപ്പോൾ കഴിക്കേണ്ട കാര്യം, എല്ലാ ദിവസവും സാൽമണും കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വൈറ്റ് ഫിഷോ അങ്ങനെ എന്തെങ്കിലും ഫിഷ് ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒമേഗ 3 ഇനി കഴിക്കേണ്ട കാര്യമില്ല. ഇനി എപ്പോഴേലും കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് സപ്ലിമെൻറ്റ്സ് ഞാൻ തൊടുത്തുപോലില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന രാജ്യത്ത് സൺലൈറ്റ് കുറവാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എനിക്ക് വൈറ്റമിൻ ഡി അതിവിടെ മിക്കരും കഴിക്കുന്നതാണ്, പ്രിസ്ക്രിപ്ഷൻ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ തന്ന് ഫുഡിൽ നിന്ന് കിട്ടത്തില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എടുക്കുന്നതായിരിക്കും. അതല്ലാതെ ഫോർ ദ മൊമെൻറ്റ് ഇൻ ദ ഫ്യൂച്ചർ ചിലപ്പം എക്സ്ട്രീം കണ്ടീഷനിലേക്ക് ഞാൻ ബോഡി മാറ്റാൻ നോക്കുമ്പം ഡയറ്റ് അതുപോലെ സ്ട്രിക്റ്റ് ആകുമ്പം ന്യൂട്രിയൻസ് കിട്ടാൻ എടുക്കുമായിരിക്കും. അപ്പോൾ ഞാൻ നേരെ എക്സ്പ്ലെയിൻ ചെയ്യാം നേരത്തെ ഡയറ്റും ഞാൻ കഴിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ത് വൈറ്റമിൻസ് ക്യാപ്സ്യൂൾസാണ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നേരെ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ഫോർ ദ മൊമെൻറ്റ് ഇതൊന്നുമില്ല, ആ എടുക്കുന്നൊരു പ്രോട്ടീൻ പൗഡർ മാത്രം. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഡേ ഓഫ് ഈറ്റിംഗ്. ഇനി ലോ കാർബ് ഡേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എങ്കിലും ഇത് വൺസ് എവരി 4 day തിങ് ആണ്. ബാക്കി 3 ദിവസവും ലോ കാർബ് ഡേ ആണ്. ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ ഈ ഹൈ കാർബ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം.